AAC 5C. For inpatients during reassessment, the care plan is monitored and modified where found necessary. നമുക്ക് പേഷ്യൻറ്റിനെ പലപ്പോഴും അഡ്മിറ്റ് ചെയ്യുന്ന പല കാരണങ്ങൾ കൊണ്ടായിരിക്കും. ചിലപ്പോൾ നമുക്ക് ഒരു പെട്ടെന്ന് മെഡിക്കേഷൻ കൊടുത്ത് തെറാപ്യൂട്ടിക് ട്രീറ്റ്മെൻറ്റിൽ റിക്കവറി നേടാവുന്ന ഒരു കാര്യത്തിന് ട്രീറ്റ് ചെയ്യാനായിരിക്കും. ചിലപ്പോൾ ഒരു സർജിക്കൽ പ്രൊസീജിയറിന് വേണ്ടിയിട്ടായിരിക്കും, ചിലപ്പോൾ ഒരു പാലിയേറ്റീവ് കെയറിന് വേണ്ടിയിട്ടായിരിക്കും, ഒരു പെയിൻ മാനേജിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഇതിനെല്ലാം തന്നെ കെയർ പ്ലാനുകൾ ഡിഫറൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കെയർ പ്ലാനുകളെ ആ ഇനിഷ്യൽ അസസ്മെൻറ്റ് കഴിഞ്ഞുള്ള അസസ്മെൻറ്റ് ടൈമിൽ കൃത്യമായും മോണിറ്റർ ചെയ്യാൻ നമുക്ക് കഴിയണം, മോഡിഫൈ ചെയ്യാൻ കഴിയണം. അതൊരു ഡൈനാമിക് ആയിരിക്കണം, സ്റ്റാറ്റിക് ആയിരിക്കും. ആദ്യമേ അങ്ങ് എഴുതി വെച്ചതുകൊണ്ടിരുന്ന് ഇത് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ നമ്മളിത് മോണിറ്റർ ചെയ്യുമ്പോൾ അവരുടെ റെസ്പോൺസ്, നമ്മൾ കൊടുക്കുന്ന മരുന്നുകളുടെ അല്ലെ പ്രൊസീജിയറിൻ്റെ, നമ്മൾ കൊടുത്ത ഒരു സർവീസിൻ്റെ റെസ്പോൺസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് പ്ലാനിൽ, കെയർ പ്ലാനിൽ മാറ്റം വരുത്താം. അങ്ങനെ നമ്മൾ വരുത്തുന്ന മാറ്റങ്ങളുടെ എവിഡൻസ് എവിടെ ഉണ്ടാവണം? പ്രോഗ്രസ് നോട്ടിൽ ഉണ്ടാവണം, ആ ഡോക്യുമെൻറ്റേഷൻസിൽ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ഡൈനാമിക് ആയിട്ടാണ് ഈ കെയർ പ്ലാനിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നാണ് നമ്മളുടെ ഈ ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ള സി എന്ന് പറഞ്ഞ 5Cയിൽ, AAC 5Cയിൽ മെൻഷൻ ചെയ്യുന്നത്. നമ്മൾ സ്ഥിരം എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണിത്. അവിടെ എവിഡൻസ് നമ്മൾ വെക്കുന്നുണ്ട്. എന്നാലാണ് ട്രീറ്റിംഗ് ഡോക്ടർക്ക് ബാക്കി കെയർ ടേക്കേഴ്സിന് ആ ഇൻഫർമേഷൻ കൊടുക്കാൻ കഴിയുന്നത്. അത്രയേ ഉള്ളൂ. അതൊന്ന് വ്യക്തമായിട്ട് അവിടെ പറഞ്ഞു വയ്ക്കുന്നു. ഇതെന്താണ്? ഇത് മോണിറ്റർ ചെയ്യണം. നമ്മുടെ കെയർ പ്ലാൻ മോണിറ്റർ ചെയ്തിട്ടാണ് ആ അസസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ മോണിറ്റർ ചെയ്യുമ്പോൾ ആ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ കെയർ ഓഫ് സർവീസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാകുന്ന വേരിയേഷൻസ് അനുസരിച്ചുള്ള കെയർ പ്ലാൻ ചേഞ്ചസ് നമ്മുടെ പ്രോഗ്രസ് നോട്ടിലോ മറ്റ് മെഡിക്കൽ റെക്കോർഡ്സ് നമ്മൾ മാനേജ് ചെയ്യുന്ന സ്ഥലത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. അതൊരു എവിഡൻസ് ആയിട്ട് അവിടെ ഉണ്ടാവണം.